90+8. ക്ലോക്കിൽ ഇഞ്ചുറി ടൈമിൻ്റെ അവസാന നിമിഷം വരെ കാത്തിരിക്കേണ്ടി വന്നു മൗറിന്യോയ്ക്കും ബെൻഫിക്കയ്ക്കും പ്ലേ ഓഫ് സ്പോട്ട് ഉറപ്പിക്കാൻ. ആവേശ പോരാട്ടത്തിൽ ഗോൾ കീപ്പർ അനറ്റോളിൻ ട്രൂബിനാണ് ബെൻഫിക്കയുടെ നിർണായക ഗോൾ നേടിയത്. ഫുട്ബോൾ ആവേശത്തിൻ്റെ പരകോടിയിലെത്തിച്ച ബെൻഫിക്ക റയൽ പോരാട്ടം എന്തായാലും ഇവിടെ തീരുന്നില്ല. കാരണം പ്ലേ ഓഫിൽ ഇരുവരും നേർക്കുനേർ വീണ്ടും വന്നേക്കാം. ലീഗ് സ്റ്റേജ് അവസാനിച്ചിരിക്കുന്നു. ഇനി പ്ലേ ഓഫ് റൗണ്ടിനുള്ള സമയമാണ്. എങ്ങനെയാണ് ഈ വർഷം ചാമ്പ്യൻസ് ലീഗിൽ നോക്കൌട്ട് റൗണ്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? പ്ലേ ഓഫിലും റൗണ്ട് ഓഫ് 16ലും ആരൊക്കെ നേർക്കുനേർ വരും പരിശോധിക്കാം. ഏവർക്കും അറിയുന്ന പോലെ നിലവിൽ ആദ്യ 8ൽ പ്രവേശിച്ചിരിക്കുന്ന ടീമുകൾ നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടും. പോയിന്റ് പട്ടികയിൽ 9 മുതൽ 24 വരെയുള്ള സ്ഥാനത്തിൽ ഫിനിഷ് ചെയ്തവർ പ്ലേ ഓഫ് റൗണ്ടിനും യോഗ്യത നേടും. അതിന് താഴെയുള്ളവർ ടൂർണമെന്റിൽ പുറത്താകുകയും ചെയ്യും. 8ൽ 8 ജയിച്ച് പെർഫെക്റ്റ് റെക്കോർഡും കൊണ്ട് പട്ടികയിൽ 1ാം സ്ഥാനം നേടിയാണ് ആഴ്സണൽ റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടിയത്. പിന്നാലെ 2ാം സ്ഥാനത്ത് 21 പോയിന്റുമായി ബയേണുമുണ്ട്. ആദ്യ 8ൽ പ്രീമിയർ ലീഗ് ക്ലബ്ബുകളുടെ ആധിപത്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. ന്യൂകാസിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇംഗ്ലീഷ് ക്ലബ്ബുകളും നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് യോഗ്യത നേടി. ആദ്യ 2 സ്ഥാനക്കാർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സെമി ഫൈനൽ വരെ ഇരു ടീമുകൾക്കും സെക്കൻഡ് ലെഗ് ഹോം ഗ്രൗണ്ടിൽ കളിക്കാം. യൂറോപ്പിൽ അതിൻ്റെ ആനുകൂല്യം വളരെ വലുതാണ്. ഈ നിയമം പുതിയതാണ്. പോയ വർഷം ആദ്യ 8ൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്ക് റൗണ്ട് ഓഫ് 16ൽ സെക്കൻഡ് ലെഗ് ഹോം ഗ്രൗണ്ട് ലഭിച്ചിരുന്നെങ്കിലും പിന്നീടുള്ള റൗണ്ടുകളിൽ അത് നിശ്ചയിച്ചിരിക്കുന്നത് നറുക്കെടുപ്പ് അനുസരിച്ചാണ്. അത് പല ടീമുകൾക്കും വിനയായിരുന്നു. ഉദാഹരണത്തിന് പട്ടികയിൽ ആഴ്സണലും ബാഴ്സയും മുന്നിലായിരുന്നെങ്കിലും സെമിയിൽ 2ാം ഭാഗത്തിൽ ഇരുവർക്കും എവേ സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വന്നു. തങ്ങൾക്ക് താഴെ ഫിനിഷ് ചെയ്ത ഇന്ററിനും PSG-ക്കും ആ ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു. അതൊഴിവാക്കാനാണ് ഈ സീസൺ മുതൽ പോയിന്റ് ടേബിൾ അനുസരിച്ച് നോക്കൌട്ട് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ടീം പോയിന്റ് പട്ടികയിൽ മുന്നിലാണെങ്കിൽ 2ാം പാദം ഹോമിൽ കളിക്കാം. റൗണ്ട് ഓഫ് 16ലേക്കും പ്ലേ ഓഫിലേക്കും യോഗ്യത നേടിയ ടീമുകളെ പെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിരിക്കും. ഉദാഹരണത്തിന് 3ാമതുള്ള ലിവർപൂളും 4ാമതുള്ള ടോട്ടനവും 5ാമതുള്ള ചെൽസിയും 6ാമതുള്ള ബാഴ്സയും സ്പോർട്ടിങ്ങും മാഞ്ചസ്റ്റർ സിറ്റിയും അങ്ങനെ 24ാം സ്ഥാനം വരെയുള്ള ടീമുകളെ ഇങ്ങനെ പെയർ ചെയ്തിരിക്കുന്നത്. മത്സരങ്ങളുടെ കോമ്പറ്റീറ്റീവ്നെസ് നിലനിർത്താനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ പെയർ ചെയ്തിരിക്കുന്ന ടീമുകൾ ഇനി സെമിയിലെ നേർക്കുനേർ വരാൻ സാധ്യതയുള്ളൂ. ഇനി പ്ലേ ഓഫ് റൗണ്ടിനെ കുറിച്ച് സംസാരിക്കാം. 9 മുതൽ 24 വരെയുള്ള ടീമുകളാണ് വെള്ളിയാഴ്ച നടക്കുന്ന പ്ലേ ഓഫ് റൗണ്ടിൻ്റെ ഡ്രോയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. റയൽ മാഡ്രിഡ്, PSG, ഇന്റർ പോലുള്ള വമ്പൻ പേരുകളും സർപ്രൈസ് റണ്ണുകൾ നടത്തിയ ബോഡോ ഗ്ലിംറ്റ്, കാരബാഗ്, ക്ലബ് ബ്രൂഗ് തുടങ്ങിയ ടീമുകളും പ്ലേ ഓഫ് റൗണ്ടിൽ മത്സരിക്കാനുണ്ട്. അവസാന മത്സരത്തിൽ 6 ഗോളിന് തോറ്റെങ്കിലും ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ അസർബൈജാനി ക്ലബ്ബായി കാരബാഗ് മാറിയിരിക്കുന്നു. തുടർച്ചയായ 2 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയെയും അത്ലറ്റിക്കോ മാഡ്രിഡിനെയും തോൽപ്പിച്ചാണ് ബോഡോ ഗ്ലിംറ്റ് പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. ഇവിടെ ടീമുകളെ 2ആയി തിരിച്ചിട്ടുണ്ട്. പ്ലേ ഓഫിന് യോഗ്യത നേടിയ 16 ടീമുകളിൽ ആദ്യ 8നെ സീഡഡ് ടീമുകളായും ബാക്കിയുള്ള 8 ടീമുകളെ അൺസീഡഡ് ടീമുകളായും തിരിച്ചിട്ടുണ്ട്. ഈ സീഡഡ് ടീമുകൾ പ്ലേ ഓഫ് റൗണ്ടിൽ നേർക്കുനേർ വരികയില്ല. സീഡഡ് ടീമുകൾ അൺസീഡഡ് ടീമുകളെയാണ് നേരിടുക. ആദ്യം സീഡഡ് ടീമുകളെയാണ് നറുക്കെടുക്കുക. ഇവിടെയും ടീമുകളെ പെയറാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് റയലും ഇന്ററും ഒരു പെയറാണ്. അപ്പോൾ നറുക്കെടുപ്പിൽ ആദ്യം പിക്ക് ചെയ്യുന്നത് റയലിനെയാണെങ്കിൽ അവർ ബ്രാക്കറ്റിൻ്റെ ആദ്യ പകുതിയിലേക്കും പിന്നീട് ഇന്ററിനെ പിക്ക് ചെയ്യുമ്പോൾ അവർ ബ്രാക്കറ്റിൻ്റെ 2ാം പകുതിയിലേക്കും പോകും. അങ്ങനെ സീഡഡ് ടീമുകളെ പിക്ക് ചെയ്തതിനു ശേഷം അൺസീഡഡ് ടീമുകളെ പിക്ക് ചെയ്യും. നിലവിൽ 9ഉം 10ഉം സ്ഥാനത്തുള്ള റയലിനും ഇന്ററിനും 23ഉം 24ഉം സ്ഥാനങ്ങളിലുള്ള ബോഡോയെയോ ബെൻഫിക്കയോ ആണ് നേരിടേണ്ടി വരിക. അതിനർത്ഥം ഹോസെ മൗറിന്യോയ്ക്ക് തൻ്റെ പഴയ തട്ടകമായ ബെർണബുവിലേക്ക് ഒരു തിരിച്ചുവരവിനും സാധ്യതയുണ്ട്. അതേ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ടീമുകളെ നിശ്ചയിച്ചിരിക്കുന്നത്. PSG-ക്കും ന്യൂകാസിലിനും കാരബാഗ് അല്ലെങ്കിൽ മൊണാക്കോയാണ് നേരിടേണ്ടി വരിക. യുവൻറ്റസിനും അത്ലറ്റിക്കോയ്ക്കും ഗലാറ്റസറൈ അല്ലെങ്കിൽ ക്ലബ് ബ്രൂഗ്. അതുപോലെ അറ്റ്ലാന്റിക്കും ലെവർക്യൂസിനും ഡോട്ട്മുണ്ട് അല്ലെങ്കിൽ ഒളിമ്പ്യാക്കോസ് ആയിരിക്കും എതിരാളികൾ. ലീഗിൽ മുൻപന്തിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന ടീമുകൾക്ക് ആനുകൂല്യം ലഭിക്കുന്നത് പോലെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റുകൾ സെറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ആദ്യ 2 സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിരിക്കുന്ന ആഴ്സണലിനും ബയേണിനും ലീഗ് ടേബിളിൽ 15, 16, 17, 18 സ്ഥാനങ്ങളുള്ള ടീമുകളാണ് റൗണ്ട് ഓഫ് 16ൽ എതിരാളികളായി വരാൻ സാധ്യതയുള്ളത്. ഓൾ ബുണ്ടസ്ലീഗ ക്ലാഷായ ബയേൺ വേഴ്സസ് ബയർ ലെവർക്യൂസൻ അല്ലെങ്കിൽ ബയേൺ വേഴ്സസ് ഡോട്ട്മുണ്ട് മത്സരത്തിനും സാധ്യതയുണ്ട്. ആഴ്സണലിനും ഈ ടീമുകൾ തന്നെയാണ് വരാൻ സാധ്യത. അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ക്രമം അനുസരിച്ച് ലിവർപൂളും ടോട്ടനവും യുവൻറ്റസ്, അത്ലറ്റിക്കോ ടീമുകൾക്കെതിരെ റൗണ്ട് ഓഫ് 16ൽ കളിച്ചേക്കാം. ബാഴ്സയ്ക്കും ചെൽസിക്കും PSG ലഭിച്ചേക്കാം. തുടർച്ചയായ 4ാം വർഷം മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും റയലിനെ നേരിടേണ്ടി വന്നേക്കാം. ജനുവരി 30 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4:30-നാണ് പ്ലേ ഓഫ് റൗണ്ടിൻ്റെ നറുക്കെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 17-18 തീയതികളിലാണ് ആദ്യ പാദം പ്ലേ ഓഫ് റൗണ്ടിൽ നിശ്ചയിച്ചിരിക്കുന്നത്. 24-25 തീയതികളിൽ 2ാം പാദവും നടക്കും. റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ നറുക്കെടുപ്പ് ഫെബ്രുവരി 27-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്.
മാർച്ച് 10, 11, 17, 18 തീയതികളിലാണ് ഈ മത്സരങ്ങൾ നടക്കുക. കഴിഞ്ഞ വർഷം പ്ലേ ഓഫിൽ കളിച്ച PSG ആണ് കിരീടം നേടിയതെന്നും ഇവിടെ ഓർത്തിരിക്കണം. സോ വമ്പൻ പ്ലേ ഓഫ് റൗണ്ടിനായി നമുക്ക് കാത്തിരിക്കാം.